എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡു തന്നു. അപ്പോൾ അത് ഒക്ടോബർ മാസമാണ് എന്നൊക്കെയുള്ള ഒരു വാർത്തയായിരുന്നു നമുക്ക് ലാസ്റ്റ് വന്നത്. കാരണം 4 മാസത്തെ ഗ്യാപ്പിനിടയ്ക്കായിരിക്കും നമുക്ക് ഓരോ ഗഡുതങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡുതണം ദീപാവലി സമ്മാനമായിട്ട് എത്തും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് ലാസ്റ്റ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ ഇൻസ്റ്റാൾമെന്റിന്റെ ഒരു താരിഫാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 18ാമത്തെ ഗഡുതരണം സെപ്റ്റംബർ മാസം 2024 ഉണ്ടാകും എന്നുള്ളൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 19ാമത്തെ ഗഡുതരണം ഇനിയും ഉണ്ടാകുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലായിരിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരിഫാണ് ഇപ്പോൾ നമുക്ക് അപ്ഡേഷൻ ആയിരിക്കുന്നത്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ബാങ്കിന്റെ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 2 ബാങ്കുകൾക്ക് ഇപ്പോൾ നിലവിൽ SB SDJD അക്കൗണ്ടുകളൊക്കെ റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, SBIയുടെ ബാങ്കിന് ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ചിലർക്ക് അറിയാം. നിങ്ങൾക്ക് 17ാമത്തെ ഗഡുതരണം മുടങ്ങിയിട്ടുള്ളവരുണ്ട്. SBI ബാങ്കിലുള്ള നിരവധി പേർക്ക് 17ാമത്തെ ഗഡുതരണം മുടങ്ങിയിട്ടുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെയുള്ള ചില ബാങ്കുകളിൽ നിന്ന് 17ാമത്തെ ഗഡുതരണം ഒത്തിരി പേർക്ക് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ബാങ്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ DBT എനേബിൾഡ് ആണോ എന്നുള്ള കാര്യവും നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു സമയത്തോട് നടന്നാൽ ഇതൊന്നും ശരിയാക്കാൻ സാധിക്കില്ല. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം പകുതിയോടുകൂടി തന്നെയായിരിക്കും PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡുതരണം എത്തുന്ന ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട്. 17ാമത്തെ ഗഡുതരണം മുടങ്ങിയിട്ടുള്ളവരുണ്ട്. 6 ഗഡുക്കൾ ഒരുമിച്ച് മുടങ്ങിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം 25ാം തീയതി മുതൽ അടുത്ത മാസം 10ാം തീയതി വരെ ആ ഒരു കാലയളവിൽ നിങ്ങളുടെ PM കിസാൻ സമ്മാൻ നിധിയുടെ മുടങ്ങിയ വിതരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. PM കിസാൻ സമ്മാൻ നിധിയിൽ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം മാറ്റേണ്ടതാണ്. നിങ്ങളുടെ DBT എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ആ പ്രാവശ്യത്തെ തുകവിതരണം മുടങ്ങിയിട്ടില്ല. അല്ലാത്തവർക്കൊക്കെ തുകവിതരണം മുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആണ് എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ഈ പുതിയൊരു രീതികൾ അല്ലെങ്കിൽ നിയമങ്ങൾ വന്ന സമയത്ത് PFMS, NBC ഇങ്ങനെയുള്ള നിയമങ്ങൾ വന്നപ്പോൾ DBT എനേബിൾഡ് ആയിട്ടുള്ള ബാങ്കുകൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതിലേക്ക് മാത്രമേ തുക വിതരണം നടക്കുകയുള്ളൂ. അപ്പോൾ പുതിയ രീതികളാണ് ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ പേയ്മെന്റ് സംബന്ധമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബാങ്കുകൾ കൺഫേം ആയിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങളുടെ DBT എനേബിൾഡ് ആണോ? DBT എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുക്കുന്നവർ, നമ്മളിപ്പോൾ ലാൻഡ് സീഡിംഗ് പുതുക്കണം എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട്. ലാൻഡ് സീഡിംഗ് ആരും പുതുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ മാത്രം ലാൻഡ് സീഡിംഗ് ചെയ്താൽ മതി. നിങ്ങളുടെ കരം മാത്രം അടച്ച് പോയാൽ മാത്രം മതി. അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുത്ത് അപ്രൂവൽ ആവുന്നവർക്ക് ലാൻഡ് സീഡിംഗ് ചെയ്യേണ്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. അവർക്ക് അപ്രൂവൽ ആവുന്ന കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നിങ്ങളുടെ ലാൻഡ് സീഡിംഗ് റവന്യൂ വെരിഫൈ ചെയ്ത് യെസ് ആക്കുകയാണ്. അങ്ങനെ അപ്പോൾ നിരവധി പേർക്ക് ഇപ്പോൾ ലാൻഡ് സീഡിംഗ് ചെയ്യാതെ തന്നെ പുതിയ അപ്രൂവൽ ലഭിച്ച് ലാൻഡ് സീഡിംഗ് ഓട്ടോമാറ്റിക്കലി അവിടെ വെരിഫൈ ആവുന്നുണ്ട്. അപ്പോൾ പുതിയ അപ്രൂവൽ നിങ്ങൾക്ക് വെരിഫൈ ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലാൻഡ് സീഡിംഗ് അവിടെ യെസ് ആണോ എന്നുള്ള കാര്യം നോക്കുക. ബാങ്ക് സീഡിംഗ് ഒരു പക്ഷേ നോ ആയിരിക്കും. കാരണം നിങ്ങളുടെ ചില ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ നോ വരുന്നത്. അത് കറക്റ്റ് ആക്കി കൊടുക്കുക. പിന്നെ EKYC അപേക്ഷയുടെ കൂടെ തന്നെ EKYC ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ലാൻഡ് സീഡിങ്ങിന്റെ വെരിഫിക്കേഷനും ആ സമയത്ത് തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് എയിംസ് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. ഇപ്പോൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.